ഹായ്, ഇന്ന് നമുക്ക് സാൽമൺ വെച്ചിട്ട് ഒരു വെറൈറ്റി ഡിഷായാലോ. കോക്കനട്ട് ക്രീമി സാൽമൺ കേട്ടോ. ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഒരു പാൻ എടുക്കുക, എന്നിട്ട് ആവശ്യത്തിന് ബട്ടർ ഇട്ട് കൊടുക്കുക. ഇവിടെ കുറച്ച് ബട്ടർ കൂടിപ്പോയിട്ടുണ്ട്. ആവശ്യത്തിന് മാത്രം ബട്ടർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചോപ്ഡ് ഗാർലിക്കോ അല്ലെങ്കിൽ ഗാർലിക് പേസ്റ്റോ ചേർത്ത് ഒന്ന് ആ ബട്ടറായിട്ട് യോജിച്ചതിന് ശേഷം വൃത്തിയാക്കി വെച്ച സാൽമൺ ഫിഷ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് കുരുമുളക് പൊടിയും അല്ലെങ്കിൽ ക്രഷ്ഡ് പെപ്പറോ ഒന്ന് ചേർത്ത് ഇച്ചിരി ലെമൺ ജ്യൂസും കൂടി ഒഴിച്ച് ഇത് മൂടി വെച്ച് കുറച്ച് നേരം വേവിക്കാം. 1 മിനിറ്റ് അത് മതി കേട്ടോ. 1 മിനിറ്റിന് ശേഷം ഈ ഗാർലിക്കും ബട്ടറും കൂടി നമ്മൾ സാൽമണിൻ്റെ മേലേക്കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി മൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോവുക. പിന്നെ വേണമെങ്കിൽ ഒന്ന് മറിച്ചിടാം. പിന്നെ മറിച്ചിടുമ്പോൾ സൂക്ഷിക്കണം, കാരണം സാൽമൺ പെട്ടെന്ന് വേവുന്ന ഫിഷാണ്, അതുകൊണ്ട് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് വെജീസായിട്ട് ഞാനിവിടെ ക്യാരറ്റും സ്പ്രിംഗ് അനിയനും ബ്രോക്കലിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ സെയിം പാനിലോട്ട് തന്നെ ഈ വെജീസ് ഇട്ടൊന്ന് വഴറ്റി കൊടുക്കുവാണ്. അപ്പോൾ ക്യാരറ്റിന് കുറച്ച് വേവ് കൂടുതലുള്ളതുകൊണ്ട് ക്യാരറ്റ് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ക്യാരറ്റ് നന്നായിട്ട് ഒന്ന് വഴന്ന് കഴിയുമ്പോൾ ബാക്കിയുള്ള ബ്രോക്കലിയും സ്പ്രിംഗ് അനിയനും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് സെയിം ഒന്ന് കുറച്ച് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പും കുറച്ച് നാരങ്ങയും കൂടി പിഴിഞ്ഞ് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ മൂടി വെച്ച് വേവിക്കാം. അങ്ങനെ ഈ ഫിഷും ഈ വെജീസും എല്ലാം ഒന്ന് വഴന്ന് കഴിയുമ്പോൾ നമ്മുടെ കോക്കനട്ട് മിൽക്കില്ലേ, അത് ഞാനിവിടെ ക്യാൻഡാണ് എടുത്തേക്കുന്നത്. നിങ്ങൾ തേങ്ങാപ്പാൽ ഒരു അത്യാവശ്യം തിക്നെസ്സോട് കൂടിയിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ തേങ്ങാപ്പാലിൽ കിടന്ന് ഇതെല്ലാം നന്നായിട്ട് വെന്ത് ഈ തേങ്ങാപ്പാലൊക്കെ വറ്റി നല്ലോണം ബട്ടർ തെളിഞ്ഞ് വരുമ്പോൾ ഈ ഡിഷായിട്ടോ. ഇതിൻ്റെ കൂടെ ഇനി ചോറോ അങ്ങനെയൊന്നും വേണ്ട, ഇതൊരു മീലായിട്ട് തന്നെ നിങ്ങൾക്ക് എടുക്കാം. നല്ല ടേസ്റ്റാണ്. പിന്നെ ബട്ടർ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചേർത്താൽ മതി. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതേപോലത്തെ വീഡിയോയ്ക്ക് വേണ്ടി എന്നെ ഫോളോ ചെയ്യാനും മറക്കല്ലേ. ബൈ.